Hi friends, welcome to Commerce Bytes. This is part 4 of question paper discussion series which was held on 10th January 2021. So without much delay, let's move to the question. Question number 1. The tendency of a child in pre-operational stage of cognitive development in which inferences move from particular situation to particular aspect is. Options are option A inductive reasoning, option B deductive reasoning, option C critical reasoning, and option D transdeductive reasoning. Here the answer is option D transdeductive reasoning. I'll give you a brief explanation of transdeductive reasoning. It is a tendency of a child in pre-operational stage of cognitive development to see a connection between unrelated insistence. അതായത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പൈഗറ്റ്സ് തിയറിയിൽ നമ്മൾ ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. ഇഫ് യു പീപ്പിൾ ഡിഡിൻ വാച്ച് ദാറ്റ് വീഡിയോ, ഗോ ടു കൊമേഴ്സ് ബൈറ്റ്സ് ആൻഡ് റീസെൻ്റായിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണ് പൈഗറ്റ്സ് തിയറി. So you people can watch that. പൈഗറ്റ്സ് തിയറിയിൽ കുറച്ച് സ്റ്റേജസ് ഉണ്ട്, 4 സ്റ്റേജസ് ഉണ്ട് ടോട്ടലായിട്ട്. അതിൽ സെക്കൻഡ് സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ആ സ്റ്റേജിൽ പറയുന്ന ഒരു കണ്ടീഷനാണിത്. ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എ ചൈൽഡ് ഓഫ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ടു സീ കണക്ഷൻ ബിറ്റ്വീൻ അൺറിലേറ്റഡ് ഇൻസിസ്റ്റൻറ്റ്. അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കണക്ഷൻ ഉണ്ട് എന്ന് അവർ വിചാരിക്കും. കാരണം അവർ കുട്ടികളല്ലേ, അതുകൊണ്ട് അവർക്കറിയില്ല ഇതിൽ കണക്ഷൻ ഇല്ല, ഇത് അൺറിലേറ്റഡ് ആണ് എന്നൊന്നും അവർക്കറിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ചൈൽഡ് മൈറ്റ് സേ ഐ ഹാവൻറ്റ് ഹാഡ് മൈ നാപ്പ് സോ ഇറ്റ് ഈസൻറ്റ് ആഫ്റ്റർനൂൺ. ഞാൻ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇത് വൈകുന്നേരമായിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? ഈ രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അൺറിലേറ്റഡ് ആണ്, ഒരു കണക്ഷനില്ല. ബട്ട് കുട്ടികളായതുകൊണ്ടും അവർക്ക് അതിൻ്റെ കണക്ഷനൊന്നും അറിയാത്തത് കൊണ്ടും അവരതിനെ കണക്ട് ചെയ്ത് പറയുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ. ഓപ്ഷൻ എയും ബിയും ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തതാണ്. എൻ്റെ ക്ലാസ്സസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ രണ്ട് ടോപ്പിക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഡക്റ്റീവിനെ നമ്മൾ IPG എന്നും ഡിഡക്റ്റീവിന് DGP എന്നാണ് എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത്. ഡിഡക്റ്റീവ് ജനറൽ ടു പെർട്ടിക്കുലറും ഇൻഡക്റ്റീവ് പെർട്ടിക്കുലർ ടു ജനറലുമാണ്. പിന്നത്തെ ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ റീസണിങ്. ക്രിട്ടിക്കൽ റീസണിങ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു ആക്റ്റീവ്ലി ആൻഡ് സ്കിൽഫുൾ കോൺസെപ്ച്വലൈസ്, അനലൈസ്, ക്വസ്റ്റ്യൻ ആൻഡ് ഇവാലുവേറ്റ് ദ ഐഡിയാസ് ആൻഡ് ബിലീഫ്സ്. പിന്നെ ഓപ്ഷൻ ഡി ട്രാൻസ്ഡിഡക്റ്റീവ്, അത് ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്തു. The next question is question number 71, that is a stable characteristics that cause a person to depict a response to any situation in one way or the other way is. Options are personality trait, option B personality types, option C factors, and option D personality determinants. Here the answer is option A, that is personality traits. സോ ദ ആൻസർ ഇസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ആ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് സെർച്ച് ഫോർ ദ കീവേഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ കീവേഡ്സ്. ഓക്കെ. ലാസ്റ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ വേറെ കീവേഡ്സ് ആയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സോ ഐ വെൻറ്റ് ഫോർ ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ. അവിടെ തന്നെ സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക് എന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ കീവേഡ്. ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് സിമിലറായിട്ട് വരുന്ന ഓപ്ഷൻസിൽ വരുന്നതാണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അല്ലാതെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, ടൈപ്സ്, ഡിറ്റർമിനൻറ്റ്സ് അതൊക്കെ ഒരു ഡിഫറെൻറ്റ് ക്ലാസ്സാണ്. ക്യാരക്ടറിസ്റ്റിക്കും ട്രേറ്റ്സാണ് ഒരേ ലെവലിൽ നിൽക്കുന്നത്. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സെയിം മീനിങ് ആണ് ട്രേറ്റ്. ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺനെസ്, ഹാർഡ് വർക്കിംഗ്, ദെൻ ഡിറ്റർമിനൻറ്റ്, ഇതൊക്കെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്. അണ്ടർസ്റ്റുഡ്? Moving to next question number 78. A task that arises at or about a certain period in life in which the unsuccessful achievement of which it leads to inability to perform the task associated with the next stage in life is. Options are
emotional task, option B cognitive task, option C psychological task, and option D development task. Here the answer goes to option D developmental task. ഇതിലെ ഓരോ 4 ടാസ്ക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇമോഷണൽ ടാസ്ക്, കോഗ്നേറ്റീവ് ടാസ്ക്, സൈക്കോളജിക്കൽ ടാസ്ക് ആൻഡ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്. ഇമോഷണൽ ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊരു ലെവലിലുള്ളതാണ് ഇമോഷണൽ ടാസ്ക്. കോഗ്നേറ്റീവ് ടാസ്ക് എന്ന് പറയുമ്പോൾ തിങ്കിങ്ങിനെ കൂടുതൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും കോഗ്നേറ്റീവ് ടാസ്ക്. സൈക്കോളജിക്കൽ ടാസ്ക് ഈസ് എ ടാസ്ക് റിലേറ്റഡ് ടു സൈക്കോളജി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ആ ഒരു ക്വസ്റ്റ്യനിൽ സൈക്കോളജിക്കൽ ടാസ്കിനെ ബേസ് ചെയ്താണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ അതിന് സൈക്കോളജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കീവേഡ് അവിടെ ഉണ്ടായേനെ. അണ്ടർസ്റ്റുഡ്? ഇനി നമ്മളുടെ മെയിനായിട്ടുള്ള ടോപ്പിക് ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ടുവേർഡ്സ് ദ എൻഡിൽ കണ്ടോ നെക്സ്റ്റ് സ്റ്റേജ് ആ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ കുറച്ചൊക്കെ ഒരു കോമൺ സെൻസിൽ കുറച്ചൊക്കെ ഒരു ലോജിക് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ടു ദ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡെവലപ്പിംഗ് സ്റ്റേജാണത്. അണ്ടർസ്റ്റുഡ്? ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇവിടെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്കിന്നർ, പാവ്ലോവ്, തോറൻഡിക് ആൻഡ് ബെർണർ. സ്കിന്നറിൻ്റെയും പാവ്ലോവിൻ്റെയും തിയറി ഞാൻ ഫോളോയിങ് ക്ലാസ്സസിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫോർ ഷുവർ. ഇറ്റ് വിൽ ബി ടുമോറോ. By tomorrow I will be putting these 2 people's class. The next one is Thorndike. I have put Thorndike's trial and error തിയറീനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ലുക്ക് അറ്റ് ദ തംബ്നെയിൽ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ദ ക്ലാസ്. സോ തോറൻഡിക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ തോറൻഡിക് ആൻഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കണ്ടോ? യു പീപ്പിൾ ക്യാൻ ഈസിലി just note it down in your mind that Thorndike trial and error method. The next one is ബെർണറിൻ്റെ ഞാൻ ഇന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഐക്കോണിക്, ഇനാക്റ്റീവ്, സിംബോളിക് റെപ്രസെൻറ്റേഷൻ, അങ്ങനെ 3 റെപ്രസെൻറ്റേഷനെ പറ്റിയാണ് നമ്മൾ കൂടുതലും മെയിനായിട്ട് നോക്കിയത്. ബെർണറിൻ്റെ തന്നെ കൂടുതലായിട്ട് വരുന്നതാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ദാറ്റ് ഓൾസോ ഐ വിൽ ബി ടേക്കിംഗ് ക്ലാസ്സസ് ടുമോറോ ഇറ്റ് സെൽഫ്. സോ സ്കിന്നർ, പാവ്ലോവ്, ബെർണർ ഈ 3 ആൾക്കാരുടെ ക്ലാസ്സസ് ആയിരിക്കും നാളെ മസ്റ്റായിട്ട് എന്തായാലും കണ്ടിരിക്കണം. സോ മൂവിങ് ടു ദ ആൻസർ, സ്കിന്നർ എന്ന് പറയുന്നത് ഓപ്പറൻറ്റ് കണ്ടീഷനാണ്. ഓക്കെ, ദെൻ പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, തോറൻഡിക് ഞാൻ പറഞ്ഞു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് TT. അണ്ടർസ്റ്റുഡ്? Pavlov. Okay, the next one is D, that is Bernard concept attainment theory. Okay, ഞാൻ നിങ്ങൾക്കൊരു mnemonic പറഞ്ഞുതരാം. I don't know whether you people will keep all these mnemonics in your mind, even though I will be telling Skinner operant condition. So SO Skinner operant condition. Pavlov PC തോമസിനെ കേൾക്കാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല അല്ലേ? സോ PC പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷൻ. ബെർണർ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്. ബെർണർ കൺസെപ്റ്റ് അറ്റൈൻ ചെയ്തു. പാവ്ലോവ് ആണെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷൻ, ക്ലാസിക്കൽ പാട്ട് പഠിക്കാൻ പോയിന്ന അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചോളൂ. ഓക്കെ, തോറൻഡിക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അത് മറക്കാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്കിന്നറിനെ ഓർക്കുമ്പോൾ SO. സോ സ്കിന്നർ operant conditioning, Pavlov classical condition, PC Thomas. So Pavlov classical conditioning. Okay, I hope it's clear to you. Now the last question is a disposition to respond positively or negatively towards an idea, object, person or situation.
ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാവരും പറയും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇപ്പോഴത്തെ യങ് ജനറേഷൻ പിള്ളേർ എപ്പോഴും പറയുന്ന ഒരു വേർഡാണിത്. ഓപ്ഷൻസ് ആർ ആപ്റ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ബി ഇൻ്റലിജൻസ്, ഓപ്ഷൻ സി ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ്. യെസ്, ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ആറ്റിറ്റ്യൂഡ്. അവൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് നിൽക്കുന്നത്. സ്ഥിരമായിട്ടിപ്പോൾ നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ കേൾക്കുന്ന ഒരു സ്ഥിരമായ ഒരു വേർഡാണ് ഇപ്പോൾ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ഫോമിനെയാണ് പോസിറ്റീവ്ലി നെഗറ്റീവ്ലി ടുവേർഡ്സ് ദ ഐഡിയ, ഒബ്ജക്റ്റ്, പേഴ്സൺ ഓർ സിറ്റുവേഷൻ. ആ ഒരു പേഴ്സണെ ആയാലും ഒരു ഒബ്ജക്റ്റിനെ ആയാലും ആ ഒരു ഐഡിയ ആയാലും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മളെടുക്കുന്ന ആ ഒരു രീതി ചിലപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കും. അതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ലെറ്റ്സ് സീ ടുമോറോ വിത്ത് 3 വീഡിയോസ്. പാവ്ലോവ്, സ്കിന്നർ ആൻഡ് ബെർണറിൻ്റെ ഡെയിലി ടോപ്പ് മിനി സീരീസിലുണ്ടാവും. ഓക്കെ, താങ്ക് യു ഗൈസ്.